ജനറേറ്റർ ഉണ്ട്. ഡീസൽ കൂടുതലാണെന്ന് പേടിച്ചു. ടോർച്ച് അടിച്ചാണ് ഈ മൊബൈലിന്റെ ഫ്ലാഷ് അടിച്ചാണ് ഇത് സ്റ്റിച്ച് ഇട്ടത്. തലയ്ക്കു പരിക്കേറ്റ് വൈക്കം താലൂക്ക് ആശുപത്രിയിലെത്തിയ 11-കാരനാണ് മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് വെളിച്ചത്തിൽ കാഷ്വാലിറ്റിയിൽ വെച്ച് സ്റ്റിച്ചുകൾ ഇട്ടത്. ജനറേറ്റർ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഡീസൽ ചെലവല്ലേ എന്നാണ് അറ്റൻഡർ മറുപടി നൽകിയതെന്ന് കുട്ടിയുടെ അമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മറ്റൊരാൾക്കും ഇത് സംഭവിക്കാതിരിക്കാനാണ് ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയതെന്നും അമ്മ പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിനെ ഇതൊന്ന് അറിയിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നുള്ളൂ. സംഭവം വിവാദമായെങ്കിലും ആരോഗ്യവകുപ്പ് ഇതുവരെ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ആശുപത്രിയിൽ ഡീസൽ ഉണ്ടായിരുന്നുവെന്നും എന്താണ് സംഭവിച്ചതെന്നത് പരിശോധിക്കുമെന്നുമാണ് മന്ത്രി വാസവന്റെ പ്രതികരണം. അപ്പോൾ ഉണ്ടായിരുന്ന സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തി ആശുപത്രി ഫംഗ്ഷൻ ചെയ്തു വരുന്ന ഘട്ടത്തിലാണ് വൈകിട്ട് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത്. ഗുരുതര വീഴ്ചയുടെ തെളിവായി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് ആശുപത്രിയും വിശദീകരിക്കുന്നത്. തെറ്റിദ്ധാരണ കൊണ്ടാണ് ഡീസൽ ചിലവാകുമെന്ന് അറ്റൻഡർ പറഞ്ഞത്. വൈദ്യുതി തകരാറ് പരിഹരിക്കുന്നതിനായാണ് ജനറേറ്റർ ഓഫ് ചെയ്തതെന്നും ആശുപത്രി RMO വ്യക്തമാക്കുന്നു. നമ്മുടെ സബ്സ്റ്റേഷനിലെ ഒരു പാനൽ ബോർഡ് കത്തിപ്പോയി. അത് മാറുന്നതിനായിട്ട് താമസം ഉണ്ടായിരുന്നു. മാറാൻ അവരുടെ തന്നെ എക്സ്പേർട്ട് വരണം എന്നുള്ള രീതിയിൽ അങ്ങനെ 6:30 വരെ കാത്തിരിക്കണം എന്നുള്ള ഒരവസ്ഥയുണ്ടായി. സംഭവിക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും പരിശോധിക്കുമെന്നും MLA CK ആശ പ്രതികരിച്ചു. ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ എൻ്റെ ഒരു ഇതിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ സ്റ്റിച്ച് ഇടുമെന്ന് ഒരിക്കലും ഒരു അതോറിറ്റി എന്താണെങ്കിലും പറയില്ല. കാഷ്വാലിറ്റിയിൽ ഉൾപ്പെടെ വൈദ്യുതി ഇല്ലാതിരുന്ന സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഡീസൽ ചെലവ് ഒരു പ്രശ്നമായിരുന്നില്ലെന്നും ആശുപത്രിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. എത്രയൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും 11-കാരന് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ സ്റ്റിച്ചിട്ടതിന് തെളിവായി ആ ദൃശ്യങ്ങൾ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇതിലും ഗുരുതരാവസ്ഥയിൽ ഒരു രോഗി എത്തുകയായിരുന്നെങ്കിൽ എങ്ങനെ ആ സാഹചര്യത്തെ നേരിടുമായിരുന്നു എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.